അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മളിപ്പം വാർത്തയിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയൊടിഞ്ഞ് ഒരാൾ കുത്തിക്കൊന്നു, പാപ്പാനെ കുത്തിക്കൊന്നു. അതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ആ ഉത്സവത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അത് കാണിച്ചു തരാവേ. എല്ലാരും കണ്ടല്ലോ. ഒന്നാമതേ ഈ ചെണ്ടയും പടക്കവും മനുഷ്യന്റെ ബഹളവും എല്ലാം കൊണ്ട് ഒന്നാമത് ഈ മൃഗങ്ങൾ തന്നെ ഒന്നും എടഞ്ഞു തന്നെ നിൽക്കുകയാണ്. കാരണം അവത്തുങ്ങൾ ഇത് ശബ്ദങ്ങൾ കേട്ട് അവത്തുങ്ങൾക്കൊന്നും ഇതൊന്നും ഒരു ഭയങ്കര അവർക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതിന്റെ ഇടയിൽ കൂടെ ഈ ബഹളം കാണിച്ച ആൾക്കാർ പുറകെ പോവുക, അതിനെ ഈ അഥവാ അതിനെന്തെങ്കിലും ഒന്ന് ഇത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കൂടെ ഒന്നുകൂടെ ഇളക്കും. എല്ലാ എണ്ണവും ബഹളം വെച്ച് അതിന്റെ പുറകേലോടും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ആ രംഗവും കൂടെ ഒന്ന് കാണിച്ചു, ആ ആളിനെ കുത്തുന്ന രംഗവും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മളൊക്കെ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കൂട്ട് നമുക്കും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തും വേണ്ടി അസ്വസ്ഥതകളുണ്ടാവും എന്നതുപോലാണ് മൃഗങ്ങളും. പിന്നെ മാത്രമല്ല ഓരോ ഈ ഈ കഴിവതും നമ്മൾ ഈ മൃഗങ്ങളെ ഇങ്ങനെയുള്ള പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് വേണ്ടുന്നത്. ഈ വിത്തുകളും അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് ഈ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ചെണ്ടമേളത്തിന്റെ ഇടയിൽ വന്നപ്പോ അവത്തുങ്ങൾക്ക് തന്നെ ഒരു ആകെ കൺഫ്യൂഷൻ ആവും. യഥാർത്ഥത്തിൽ അവത്തുങ്ങൾക്കൊന്നും സംഭവിക്കുന്നു. ഈ ബഹളത്തിനിടയ്ക്ക് ആൾക്കാർ കല്ലെറിഞ്ഞും അപ്പൊ ആ ആളിനെ ചവിട്ടുമ്പോ തന്നെ ഇവര് എന്തും വേണ്ടി പുറകെ നിന്ന് ഒന്നുകൂടെ മേലും ഒഴിച്ച് അതിന് ദേഷ്യം കയറ്റുകയാണ് ചെയ്യുന്നത്. കഴിവതും നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ മൃഗങ്ങളെ ഒഴിവാക്കുക. എന്ത് മരണം ഇപ്പം നടന്നത്, ഇപ്പൊ തന്നെ എന്ത് മരണങ്ങൾ നടന്നു. ഏത് രീതിയിലാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ എനിക്ക്